അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ. നബിയെ, അല്ലാഹു അവിടത്തെ നിരീക്ഷിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അവിടുന്ന് ഏത് പ്രശ്നത്തിൽ ഇടപെടുന്ന സമയത്തും, അവിടുന്ന് മഹാന്മാരായ അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്ന മുത്തഖീങ്ങളുടെ മുതുകിലൂടെ മാറി മാറി വരുന്ന സമയത്തും അല്ലാഹു അവിടത്തെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. ഈ ആയത്തിന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? മഅന, ഈ ആയത്തിന്റെ ഒരു സാരം, ഇന്നഹു കാന യുങ്കലു നൂറുഹു മിൻ സാജിദിൻ ഇലാ സാജിദ്. മഹാനവറുകളുടെ തിരുനബി തങ്ങളുടെ ആ നൂറിനെ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മഹാന്മാരായ ആളുകളുടെ മുതുകിൽ നിന്ന് മഹാന്മാരായ ആളുകളെ മുതുകിലേക്ക് അല്ലാഹ് കൈമാറി തന്നു എന്നാണ് വതഖല്ലുബക ഫിസ്സാജിദീൻ എന്ന ആ വാചകത്തിന്റെ അർത്ഥം. എന്നിട്ട് മഹാൻ പറയുന്നു, ഫഅലാ ഹാദ തഖ്ദീർ, ഈ അർത്ഥമനുസരിച്ച് ഫൽആയത്തു ദാല്ലത്തുൻ അലാ അന്ന ജമീഅൽ അംബിയാഇ അലാ അന്ന ജമീഅ ആബാഇ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാനൂ മുസ്ലിമീൻ. മുത്തുനബി തങ്ങളുടെ എല്ലാ പിതാക്കന്മാരും ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു. ചില ആളുകൾ തിരുനബി തങ്ങളെ കുറിച്ച് CD ഇറക്കിയത് എന്തു പറഞ്ഞിട്ടാ? റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളൊക്കെ നരകത്തിലാ, നഊദു ബില്ലാഹ്. എന്താണ് അങ്ങനെ ഒരു ചർച്ച കൊണ്ട് ഫലമെന്ന് പോലും ചിന്തിക്കണ്ടേ? ഷിയാക്കളെ സംബന്ധിച്ച് പറയാറുള്ളത് പോലെ അവരിന്നും തർക്കിക്കുകയാണ്. എന്തിന്റെ പേരിൽ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി തങ്ങളെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടിയിരുന്നത് സിദ്ദീഖ് തങ്ങളാണോ അല്ല അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണോ? എന്തിനാണ് ഇപ്പൊ ആ കാര്യത്തിൽ തർക്കിക്കുന്നത്? സംഗതി കഴിഞ്ഞുപോയില്ലേ? ഇതേപോലെ മുത്തുനബി തങ്ങളെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്നു പറഞ്ഞ് CD ഇറക്കി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കേണ്ട എന്താവശ്യമാണുള്ളത്? ഖുർആൻ പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു കൊണ്ടുവന്നത് അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്നവരുടെ മുതുകിലൂടെയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ആയത്തും ചേർത്ത് വെച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു സമർത്ഥിക്കുന്നു. മഹാൻ പറയുന്നു, വമ്മാ യുദല്ലു അലാ ദാലിക അലാ അന്ന ആബാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ കാനൂ മിനൽ മുശ്രിക്കീൻ. മുത്തുനബി തങ്ങളുടെ പിതാക്കളിൽ ഒരാൾ പോലും മുശ്രിക്ക് ഉണ്ടായിരുന്നില്ല, ബഹുദൈവ വിശ്വാസി ഉണ്ടായിരുന്നില്ല എന്നതിന് തെളിവാണ് ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി തങ്ങളുടെ തന്നെ വാക്ക്. എന്താണ് ആ വാക്ക്? ലം അസൽ ഉങ്കൽ മിൻ അസ്ലാബി ത്വാഹിരീന ഇലൽ അർഹാമി ത്വാഹിറാത്ത്. എന്നെ അല്ലാഹു വിശുദ്ധരായ പിതാക്കളിൽ നിന്ന് പവിത്രരായ മാതാക്കളിലേക്ക് കൈമാറി കൊണ്ടുവന്നു. എന്നാൽ അല്ലാഹു എന്തും പറഞ്ഞിട്ടുണ്ട്? ഇന്നമൽ മുശ്രികൂന നജസ്. മുശ്രിക്ക് ആത്മീയമായ അർത്ഥത്തിലുള്ള നജസാണ്. ആന്തരികാർത്ഥത്തിൽ പറഞ്ഞാൽ അത് മാലിന്യമാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതോ, എന്നെ അല്ലാഹു കൊണ്ടുവന്നത് പവിത്രന്മാരായ പരിശുദ്ധന്മാരായ ആളുകളിലൂടെയാണ്. അതുകൊണ്ട് മുശ്രിക്കായ മാതാവും പിതാവും ഒരിക്കലും റസൂലുള്ളാഹിക്ക് ഉണ്ടാവില്ല. അതാ മഹാൻ പറഞ്ഞു, ഫവജബ അല്ലാ യകൂന അഹദും മിൻ അജ്ദാദിഹി മുശ്രിക്കാ. മുത്തുനബി തങ്ങളെ വല്യുപ്പമാരിൽ ഒരാൾ പോലും മുശ്രിക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ വസ്തുത നമ്മളെ പഠിപ്പിച്ചതാണ്. മഹാനായ ശറഫുദ്ദീനുൽ മനാവി തങ്ങളോട് ഒരിക്കലൊരാൾ ചോദിക്കുകയാണത്രേ, റസൂലുള്ളാഹിന്റെ പിതാവിനെ സംബന്ധിച്ച്, ഹൽ ഹുവ ഫിന്നാർ. മുത്തുനബിയുടെ പിതാവ് നരകത്തിലാണോ? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് ആ ശൈലിയിൽ ഒരു ചോദ്യം തന്നെ വരാൻ പാടില്ല. ഇതുകൊണ്ട് മഹാനായ ശറഫുദ്ദീനുൽ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി ചോദ്യകർത്താവിനെ സഗൗരവം ശകാരിച്ചു. എന്ത് ചോദ്യമാണോ നീ ചോദിച്ചത്? അപ്പം ചോദ്യകർത്താവ് ചോദ്യമൊന്നു മാറ്റിയിട്ട്, ഹൽ സബത ഇസ്ലാമുഹു, അല്ല തങ്ങളെ റസൂലുള്ളാഹിന്റെ പിതാവ് മുസ്ലിമാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? അതിന് മഹാൻ അവർ കൊടുത്ത മറുപടി എന്താ? ഫഖാല ഇന്നഹു മാത ഫിൽ ഫത്ര വലാ തഅദീബ ഖബല അൽ ബിഅസാ. റസൂലുള്ളാഹി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? അത് ഫത്രത്തിന്റെ കാലഘട്ടത്തിലാണ്. പ്രവാചകന്മാരെ അയക്കപ്പെടാത്ത കാലം, അതാണ് ഫത്രത്തിന്റെ കാലം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ അല്ലാഹുവും റസൂലും മുശ്രിക്കാണ്, നരകത്തിലാണ് എന്ന് പ്രത്യേകം പറഞ്ഞവരല്ലാത്ത ആളുകൾ, ആ ആളുകൾ അവര് ശിക്ഷിക്കപ്പെടുന്നവരല്ല എന്നതാണ്
ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. കാരണം എന്താ? വലാ തഅദീബ ഖബ്ലൽ ബിഅസ. പ്രവാചകനെ അയക്കപ്പെടാത്ത കാലത്തുള്ളവരെ ശിക്ഷിക്കുക എന്നത് അള്ളാഹു അവന്റെ നീതിയോട് യോജിക്കാത്ത കാര്യമായി കാണുന്നതിനാൽ അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഒരു റസൂലിനെ നിയോഗിക്കാത്ത കാലത്തോളം ആ ജനതയെ നമ്മൾ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പ് മക്കയിൽ ഒരു പ്രവാചകനും വന്നിട്ടില്ല. അവർക്ക് എന്താണ് ദീനെന്നറിയില്ല. ആ നബി വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവരെ പറ്റി നരകത്തിലാണെന്ന് പറയാൻ ഖുർആൻ സമ്മതിക്കുന്നില്ല. സൂറത്ത് യാസീനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, തുന്ദിറ ഖൗമമ്മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. നബിയെ, നിങ്ങളെ എന്തിനു വേണ്ടി നിയോഗിച്ചു? തുന്ദിറ ഖൗമം മാ ഉന്ദിറ ആബാഉഹും. അവരെ പിതാക്കന്മാർക്ക് ഒരു പ്രവാചകനും വന്ന് താക്കീത് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജനതയെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഫഹും ഗാഫിലൂൻ. അതുകൊണ്ട് അവർ ഇസ്ലാമിനെ പറ്റി അശ്രദ്ധയിൽ കഴിയുകയാണ്. അങ്ങനെയുള്ള ജനതയിലേക്കാണ് അങ്ങയെ നിയോഗിച്ചത്. അതുകൊണ്ട് ഖുർആൻ എന്താ, ഇസ്ലാം എന്താ, അല്ലാഹ് എന്താ, ദീൻ എന്താണെന്ന് അറിയാത്ത കാലത്ത് മരിച്ചുപോയ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അവിടുന്ന് നരകത്തിലാണെന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മഹാനവറുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു ആശയമായി പഠിപ്പിക്കുകയാണ്, വലിയൊരു ആദർശമായി വാശിയോടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, എന്താവശ്യമാണ് അതുകൊണ്ടുള്ളത്. അതേ സമയത്ത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്വഹീഹായ ഒരു പിൻബലവും ഒരു പ്രമാണവും ഈ വാദക്കാർക്ക് ഇല്ല. പിന്നെ പരമ്പര കൊണ്ട് സ്വഹീഹ് എന്ന് പറയാകുന്ന ഒരൊറ്റ ഹദീസുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ പിതാവ് നരകത്തിലാണെന്ന് ബാഹ്യാർത്ഥം തോന്നിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ഹദീസുണ്ട്. ആ ഹദീസിന് കൃത്യമായ മറുപടിയുമുണ്ട്. അതും കൂടി ഒരു പഠനം എന്ന നിലക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. മഹാനായ ഇമാം സുയൂത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ ഹദീസ് ഏതാണ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. എന്താണ് അതിന്റെ സാരം? അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരാള് മുത്തുനബിയുടെ സമീപത്ത് വന്ന് ചോദിക്കുന്നു, ഐന അബീ, മരണപ്പെട്ടു പോയ എന്റെ പിതാവ് എവിടെയായിരിക്കും നബിയെ? ആഖിറത്തിൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവ് നരകത്തിലാണെന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നവർക്ക് ഇതിന്റെ ആദ്യ ഭാഗം തന്നെ എതിരാ. അത്തരക്കാരെ വിശ്വാസം എന്താ? ഇങ്ങനെ മറിഞ്ഞ കാര്യമൊന്നും നബി അറിയില്ല എന്നല്ലേ? മരിച്ചു പോയിട്ട് സ്വർഗത്തിലോ നരകത്തിലോ എന്നാ ചോദ്യം. അതിന് റസൂലുള്ള എന്താ മറുപടി പറയുന്നത്? അതൊന്നും എന്നോട് ചോദിക്കാൻ പറ്റൂല, അങ്ങനെ മറഞ്ഞ വിഷയങ്ങളൊന്നും ഞാൻ പറയൂല എന്ന് പറഞ്ഞില്ല. മുത്തനബി പറയുന്നു, ഫിന്നാർ, നിങ്ങളെ വാപ്പ നരകത്തിലാണ്. ഈ മറുപടി കേട്ടപ്പം ഫലമ്മാ ഖഫ, അദ്ദേഹം പിന്തിരിഞ്ഞു പോയി. ആർക്കും കേൾക്കുമ്പോ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. ആ സങ്കടത്തോടെ അയാൾ പിന്തിരിഞ്ഞു പോകുന്നത് കണ്ടപ്പം മുത്തുനബി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെ അബും നിങ്ങളെ അബും നരകത്തിലാണ്. ഈ ഹദീസാണ് റസൂലുള്ളാഹിന്റെ വാലിദ്, റസൂലുള്ളാഹിക്ക് ജന്മം നൽകാൻ കാരണക്കാരനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നരകത്തിലാണ് എന്നതിന് ഇത് ഉന്നയിച്ച് നടക്കുന്നവർ തെളിവായി കൊണ്ട് നടക്കുന്നത്. ഈ ഹദീസിന് ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു രണ്ടു തരത്തിൽ മറുപടി പറയുന്നു. ഒന്നാമത്തെ മറുപടി എന്താ? ഈ ഹദീസ് ഈ പരമ്പരയിലൂടെ മാത്രമല്ല ധാരാളം പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പദപ്രയോഗം ഇന്ന അബീ വ അബാക ഫിന്നാർ എന്ന ഈ പദപ്രയോഗം എല്ലാ ഹദീസ് റിപ്പോർട്ടർമാരും റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ല. ഇങ്ങനെ ഒരു പദപ്രയോഗം ആരുടെ റിപ്പോർട്ടിൽ മാത്രമാണ് കാണുന്നത്? ഹമ്മാദ് ബിൻ മസ്ലമ എന്നവരുടെ റിപ്പോർട്ടിൽ മാത്രമാണ് കാണുന്നത്. അദ്ദേഹം സാബിത്ത് തങ്ങളിൽ നിന്ന്, അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. എന്നാൽ ഇതേ ഹദീസ് തന്നെ മഹാനായ മഅ്മർ റളിയല്ലാഹു അൻഹു സാബിത്തിൽ നിന്ന്, അനസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നബി തങ്ങൾ പറഞ്ഞ വാചകം ഏതായിട്ടാണ് ഉദ്ധരിച്ചത്? ഇന്ന അബീ വ അബാക ഫിന്നാർ, എന്റെ വാപ്പയും നിങ്ങളെ വാപ്പയും നരകത്തിലാണ് എന്നല്ല പറഞ്ഞത്. ഇദാ മറർത ബി ഖബരി കാഫിരിൻ ഫബശ്ശിർഹു ബിന്നാർ. ഇദ്ദേഹത്തിന്റെ പിതാവ് മുശ്രിക്കായി മരിച്ചുപോയ ആളാണ്. ആ മുശ്രിക്കായി മരണപ്പെട്ടു പോയ ആള് നരകത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞപ്പോ അയാൾക്ക് വിഷമുണ്ടായി. അതുകൊണ്ട് നബി തിരിച്ചു വിളിച്ചു പറഞ്ഞു, മോനെ വിഷമിക്കണ്ട,
നമുക്കൊന്നും ചെയ്യാനില്ല. ഇദാ മറർത ബി ഖബരി കാഫിരിൻ, ഈമാനില്ലാതെ മരണപ്പെട്ടു പോയ ഏതൊരാളെ ഖബറിന്റെ ചാരത്തൂടെ നീ ചെന്നാലും ഫബശ്ശിറുഹു ബിന്നാർ, അയാൾക്ക് നരകം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചോ. അത് നിങ്ങളെ വാപ്പാക്കുന്നില്ല, എല്ലാ മുശ്രിക്കീങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് നിങ്ങൾ മാത്രം ഇതിൽ സങ്കടപ്പെടണ്ട എന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. ആ റിപ്പോർട്ട് ചെയ്ത മഹാനായ മഅ്മർ തങ്ങളുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് സുയൂത്തി ഇമാം പറയുന്നു, ഈ പദപ്രയോഗത്തിൽ റസൂലുള്ളാഹിന്റെ വാലിദാകുന്ന പിതാവ് നരകത്തിലാണെന്നുള്ള ഒരു സൂചന പോലും ഇല്ല. റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ സ്ഥിരപ്പെട്ട ഏറ്റവും സ്വീകാര്യമായ റിപ്പോർട്ട് ഈ റിപ്പോർട്ടാണ്. എന്താ കാരണം? മഅ്മറൻ, നേരത്തെ പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഅ്മർ തങ്ങള്, അദ്ദേഹം അസ്ബത്തു മിൻ ഹമ്മാദ്, ഹമ്മാദിനേക്കാൾ ഏറ്റവും ഹദീസിന്റെ വിഷയത്തിൽ സ്വീകാര്യനാണ്. കാരണം എന്താ? ഫഇന്ന ഹമ്മാദൻ തുകുല്ലിമ ഫീ ഹിഫ്ളിഹി, അദ്ദേഹത്തിന്റെ മനപ്പാടത്തിന്റെ കാര്യത്തിൽ ചില ന്യൂനതകൾ ഉണ്ടെന്ന് പരാമർശമുണ്ട്. വവഖഅ ഫീ അഹാദീസിഹി മനാകിർ, അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ഒട്ടേറെ മുങ്കറായ ഹദീസുകൾ, അസ്വീകാര്യമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ദക്കറു അന്ന റബീബഹു ദസ്സഹ ഫീ കുതുബി, ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യാപുത്രൻ അദ്ദേഹത്തിന്റെ ഹദീസ് ശേഖരിച്ച പുസ്തകത്തിൽ പലതും എഴുതി കൂട്ടിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ മനപ്പാടം കുറവുള്ള ഹമ്മാദ് അത് നോക്കി പലപ്പോഴും ഹദീസ് പറയാറുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയ ഒരു പിഴവാണ്. അതുകൊണ്ട് തന്നെ ഫമിൻ സമ്മ ലം യുഖ്രിജിൽ ബുഖാരി ശൈആ, ഹമ്മാദിൽ നിന്ന് ബുഖാരി ഇമാമ് ഒരു ഹദീസും റിപ്പോർട്ട് സ്വീകരിച്ചിട്ടില്ല. വലാ ഖറജലഹു മുസ്ലിമുൻ ഫിൽ ഉസൂലി ഇല്ലാ മിൻ റിവായത്തിഹി അൻ സാബിത്തിൻ, ഇമാം മുസ്ലിം തന്നെ വിശ്വാസ കാര്യത്തിൽ ഈ ഹദീസ് അല്ലാതെ വേറെ ഉദ്ധരിച്ചിട്ടില്ല. അതേ സമയത്ത് വഅമ്മാ മഅ്മർ, മഹാനായ മഅ്മർ റളിയല്ലാഹു അൻഹു ലം യുതകല്ലം ഫീ ഹിഫ്ളിഹി, അദ്ദേഹത്തിന്റെ മനപ്പാടത്തിന്റെ വിഷയത്തിൽ തർക്കമില്ല. വലസ്തുൻകിറ ഫീ ശൈഇൻ മിൻ ഹദീസി, തന്റെ ഹദീസുകളിൽ ഒന്നുപോലും അസ്വീകാര്യമായതില്ല. വത്തഫഖ അല തഖ്രീജ് ലഹു ശൈഖാനി, ഇമാം ബുഖാരിയും മുസ്ലിമും അദ്ദേഹത്തിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട്. ഫകാന ലഫ്ഹു അസ്ബത്, അതുകൊണ്ട് ഹമ്മാദ് തങ്ങൾ ഉദ്ധരിച്ച, മഅ്മർ തങ്ങൾ ഉദ്ധരിച്ച ഇദാ മറർത ബി ഖബരി കാഫിരിൻ ഫബശ്ശിറുഹു ബിന്നാർ എന്ന പദപ്രയോഗം കൊണ്ടുള്ള ഹദീസാണ് സ്വീകാര്യമായത്, മറ്റത് സ്വീകാര്യമല്ല. ഇതാണ് സുയൂത്തി ഇമാം കൊടുത്ത ഒന്നാമത്തെ മറുപടി. ഇനി സങ്കല്പത്തിന് വേണ്ടി ആ ഹദീസും സ്വഹീയാണെന്ന് വെച്ചാൽ, ആ പദപ്രയോഗവും സ്വഹീയാണെന്ന് വെച്ചാൽ അതിനെന്താണ് അർത്ഥം പറയേണ്ടത്? അറബ് ഭാഷയിൽ അബ് എന്ന് ആർക്കൊക്കെ പറയും? സ്വന്തം വാപ്പക്കും അബ് എന്ന് പറയും, എളാപ്പക്കും അബ് എന്ന് പറയും, വല്യാപ്പക്കും ഒക്കെ അബ് എന്ന് പറയും. എന്നാൽ വാലിദ് എന്ന് ആർക്കേ പറയൂ? തന്നെ ഉൽപ്പാദിപ്പിച്ച വാപ്പക്ക് മാത്രമേ വാലിദ് എന്ന് പറയൂ. ഈ ഹദീസിൽ ഇന്ന വാലിദി വ വാലിദുക ഫിന്നാർ എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന അബീ വ അബാക ഫിന്നാർ, അബ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ റിപ്പോർട്ട് ശരിയാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ അവിടെ പരാമർശിച്ച അബ് ആരല്ല? റസൂലുള്ളാഹിന്റെ സ്വന്തം വാലിദായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അല്ല. കാരണം ഖുർആനിലെ പറഞ്ഞത് റസൂലുള്ളാഹിനെ അയക്കപ്പെടുന്നതിന് മുമ്പ് ജീവിച്ച ആളുകൾക്ക് ശിക്ഷയില്ല എന്ന് ഖുർആൻ പറഞ്ഞാൽ പിന്നെ ആ ആള് നരകത്തിലാണെന്ന് നബി പറയാൻ പാടുണ്ടോ? നബി പറയൂല. അപ്പൊ ഖുർആനും നബി തങ്ങളും തമ്മിൽ എതിരാവൂല. എതിരാവാതിരിക്കണമെങ്കിൽ ഈ അബു കൊണ്ട് ആരാണ് ഉദ്ദേശം? അത് മുത്തുനബിയുടെ പിതൃവ്യനായിരുന്ന റസൂലുള്ളാഹിക്ക് മരണം വരെ സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബാണെന്ന് വെക്കണം. അബൂ ത്വാലിബിനും വഫാത്തെടുത്ത നേരത്തും മരണം വന്ന നേരത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു, അദ്ദേഹം ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന അബി വ അബാക ഫിന്നാർ എന്ന് പറഞ്ഞതിൽ ആരാണ് അബ്? പതിറ്റാണ്ടുകളോളം മുത്തുനബിക്ക് സംരക്ഷണം കൊടുത്ത എളാപ്പയാകുന്ന പിതാവ് എന്നാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനർത്ഥം പറഞ്ഞത്. അല്ലാതെ അഷ്റഫുൽ ഖൽഖായ മുത്തുനബിയുടെ വാപ്പമാർ, അവിടുത്തെ ഉമ്മമാർ അവരൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബിക്ക് എന്തർത്ഥമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. എല്ലാവർക്കും റഹ്മത്ത്, സ്വന്തം വാപ്പ നരകത്തിൽ അപ്പുറത്ത് കിടക്കുക. അല്ലാഹു അത്തരം ചിന്തകളെ തൊട്ട് നമ്മളെയൊക്കെ മനസ്സിനെ ശുദ്ധീകരിച്ചു തരുമാറാകട്ടെ. അള്ളാഹിന്റെ ഹബീബിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പാടില്ല. വിശുദ്ധ പരമ്പരയിലൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കൊണ്ടുവരുന്നത്. ഒന്നും യാദൃശികമല്ല, എല്ലാം ആസൂത്രിതമാണ്. ഇനി നമുക്ക് ആ പിതൃ പരമ്പരയിലെ ഒരാളെ പരിചയപ്പെടുകയാണ് ആദ്യമായി. അതാരാണ്? സയ്യിദുനാ മുത്തുനബിയുടെ പിതാവിന്റെ പിതാവിന്റെ പിതാവ്, മൂന്നാമത്തെ വല്യുപ്പ.
അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് ഹാഷിം വ അബ്ദു മനാഫിൻ മുന്തസിബ്. റസൂലുള്ളാഹിന്റെ പിതാവാകുന്ന അബ്ദുള്ള തങ്ങളുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ പിതാവായ ഹാഷിം, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. മുത്തുനബിയുടെ വല്യപ്പമാരൊക്കെ ഒരു പ്രത്യേകത എന്താ? ആ തിരുനബിയുടെ നൂറ് അവരിലുള്ളത് കൊണ്ട് വല്ലാത്ത സൗന്ദര്യമുണ്ടായിരുന്നു. അവരെ മുഖത്തിന് വല്ലാത്ത ആകർഷണീയതയുണ്ടായിരുന്നു. ആരും ആ സൗന്ദര്യത്തിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്നു. മഹാനായ അവിടത്തെ വല്യപ്പമാരിൽപ്പെട്ട ഹാഷിം തങ്ങൾ, ഖുറൈശികൾ എല്ലാവരും സ്വീകരിച്ച കച്ചവടം തൊഴിലായി സ്വീകരിച്ച മഹാൻ തന്നെയായിരുന്നു. അന്നത്തെ കച്ചവടം ശാമിലേക്കും യമനിലേക്കുമുള്ള യാത്രയാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കച്ചവടം ചെയ്യാൻ കൂറുകാരനായി സ്വീകരിച്ചത് കച്ചവട യാത്രക്ക് പോകുന്ന മദീനയിൽ നിന്നുള്ള ഒരാളെയാണ്. മദീനയിലെ ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സുഹൃത്തിന്റെ കൂടെയാണ് കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ആ ബന്ധം ഊഷ്മളമായി എന്നെന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച അംബ്ര് എന്നു പേരുള്ള ആ കൂട്ടുകാരൻ ചെറുപ്പക്കാരനായ ഹാഷിം തങ്ങളോട് പറഞ്ഞു, മോനെ, നമ്മളുടെ ഈ ബന്ധം എന്നെന്നും ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട മകൾ സെൽമ എന്ന കുട്ടിയുണ്ട്, അവരെ നിങ്ങൾ വിവാഹം ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹു കളം ഒരുക്കുന്നതിന്റെ ഭാഗമായി ചെയ്ത ചില പ്രവർത്തനങ്ങളിലേക്കാണ് സൂചന. മദീനയുമായി മുത്തുനബിക്ക് അഭേദ്യമായ ബന്ധം വരാൻ പോകുകയാണ്. അതിന് തറക്കല്ലിടുന്ന സന്ദർഭമാണിപ്പോൾ. എന്താണ് അള്ളാഹു ചെയ്യുന്നത്? ആ മദീനയിൽ വെച്ച് ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഹാഷിം തങ്ങൾ അവിടെ വെച്ച് വിവാഹം നടത്തുന്നു സെൽമ എന്ന പെൺകുട്ടിയെ. ആ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് കച്ചവടാവശ്യാർത്ഥം മഹാനവറുകൾ ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു. ഫലസ്തീനിലെ ഗസ എന്ന പ്രദേശത്ത് വെച്ച് ആ കാലത്തു തന്നെ രോഗം ബാധിച്ച് മഹാനായ ഹാഷിം തങ്ങൾ മരണപ്പെടുകയാണ്. തന്റെ ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഭാര്യ സൽമ ഗർഭിണിയാണ്. ആ കുഞ്ഞിനെ ജനിക്കുന്നത് വരെ കാത്തു നിൽക്കാനോ ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ ഹാഷിം തങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. അങ്ങനെ സൽമ പ്രസവിക്കുന്നു. സുമുഖനായ ഒരാൺകുഞ്ഞാണ്. വല്ലാത്ത സൗന്ദര്യം, മുഖത്താകെ വല്ലാത്ത പ്രകാശം, തലയിൽ ഒരു ഭാഗത്ത് പ്രത്യേകമായ മുടിയിൽ വെളുത്ത കാഴ്ചക്ക് നല്ല സൗന്ദര്യം തോന്നിപ്പിക്കുന്ന പ്രത്യേകമായ ഒരു കളറും. അതും കൂടെ കണ്ടപ്പോൾ ആ കുഞ്ഞിന് അവർ പേരിട്ടു ശൈബ, ശൈബത്തുൽ ഹംദ് എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടത്. അങ്ങനെ ആ കുഞ്ഞ് പിതാവില്ലാതെ വളരുകയാണ്. ബനു നജ്ജാർ ഗോത്രത്തിൽ ഈ കുഞ്ഞിന് വല്ലാത്ത സ്നേഹം ലഭിച്ചു. കുട്ടി വളർന്നു. 7 വയസ്സോളം എത്തിയപ്പോൾ മക്കയിൽ ആരോ വന്ന് വിവരം പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഹാഷിം മദീനയിൽ നിന്ന് മുമ്പ് ഒരു കല്യാണം കഴിച്ചു, അതിലൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, മരണപ്പെട്ടു പോയ ഹാഷിമിന്. ആ കുട്ടി മദീനയിലുണ്ട് എന്ന വിവരം മക്കയിൽ അറിഞ്ഞപ്പോൾ സഹോദരനായ മുത്വലിബ് ഈ കുഞ്ഞിനെ തേടി മദീനയിലേക്ക് പോകുകയാണ്. മദീനയിൽ ചെന്ന് ബനു നജ്ജാർ ഗോത്രത്തെ തേടിപ്പിടിച്ച് മഹാനവറുകൾ ഇങ്ങനെ അന്വേഷണം നടത്തി അവസാനം സെൽമയുടെ വീട്ടിലെത്തി ആ കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, തന്റെ സഹോദരനായ ഹാഷിമിനെ മുറിച്ചു വെച്ചതുപോലെയുണ്ട്. മരണപ്പെട്ടു പോയ സഹോദരന്റെ തനി പകർപ്പായ കുട്ടിയാണ്. കുഞ്ഞിനെ വാരിയെടുക്കുകയാണ്. ഇത് നിന്റെ അളാപ്പയാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. മുത്തലിബിന് വല്ലാത്ത സ്വീകരണം. ഓരോ വീട്ടിലും മാറി മാറി സ്വീകരണം. അവസാനം ഈ കുഞ്ഞുമായി പിരിയാനാകാത്ത ബന്ധം സ്ഥാപിച്ചു. തന്ത്രപൂർവം സെൽമയോട് പറഞ്ഞു, ഞാൻ ഇവനെ ഒന്ന് നമ്മളെ കുടുംബക്കാർക്കൊക്കെ മക്കയിൽ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാം. അവര് സമ്മതം കൊടുത്തു, മനമില്ല മനസ്സോടെ. അങ്ങനെ മുത്തലിബ് ഈ കുരുന്നിനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ കുഞ്ഞിന്റെ പ്രത്യേകമായ സൗന്ദര്യവും മുഖഭാവവും മുഖത്ത് നിന്ന് കത്തിത്തിളങ്ങുന്ന ആ പ്രത്യേക പ്രകാശവും കാണുമ്പോ ആളുകൾ ഓടിക്കൂടുന്നു. ഇതാ കണ്ടോ, ഒരു വല്ലാത്ത കുട്ടി. എല്ലാവരും യാത്രക്കുടനീളം ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നു. അവര് ചോദിക്കുന്നു, ഇതാരാണ്? അപ്പൊ മുത്തലിബ് പറയും, ഹാദാ അബ്ദുല്ലി, ഇതെന്റെ ഒരു അടിമയാണ്. തൽക്കാലം അവരോട് കഴിച്ചില്ലാൻ വേണ്ടി അങ്ങനെ ഒരു മറുപടി പറഞ്ഞു. അങ്ങനെ വന്നു മക്കയിലെത്തി ആ രഹസ്യ മഹാൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അതാ ഇബ്നു അഖീ, ഇതെന്റെ സഹോദരൻ ശൈബയുടെ മകനാ
എന്റെ സഹോദരൻ ഹാഷിമിന്റെ മകൻ ശൈബയാണ്. അങ്ങനെ മക്കയിൽ വമ്പിച്ച വരവേൽപ്പാണ്. പക്ഷേ നാട്ടുകാരപ്പോഴേക്ക് ഈ കുഞ്ഞിനെ വിളിച്ചു പരിചയപ്പെട്ടു പോയത് അബ്ദുൽ മുത്തലിബ് എന്നാണ്. മുത്തലിബായ പിതൃ സഹോദരൻ എന്റെ അടിമയാണ് എന്നല്ലേ പറഞ്ഞത്. അതാട്ട് നാട്ടിൽ പാട്ടായി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വീണു. അബ്ദുൽ മുത്തലിബ് എന്ന ആ മഹാന്റെ യഥാർത്ഥ പേരേതാ? ശൈബ എന്നാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന കുട്ടി എല്ലാ കുട്ടികളിൽ നിന്നും വേറിട്ടൊരു കുട്ടി. റസൂലുള്ളാഹിന്റെ വല്യുപ്പമാർക്കൊക്കെ ഉണ്ടാ സ്വഭാവം. അവരാരും മുശ്രിക്കീങ്ങളല്ല. ഒരിക്കൽ പോലും പ്രതിമകളുടെ മുമ്പിൽ തല കുനിച്ചില്ല. മദ്യം ചായ കുടിക്കുമ്പോൾ കുടിക്കുന്ന കാലഘട്ടമാണ്. അബ്ദുൽ മുത്തലിബ് അത് സ്വയം നിഷിദ്ധമാക്കി. വളരെ ദയാലുവാണ്. പക്ഷികൾക്കും പറവകൾ മുതൽ ഇഴജന്തുക്കൾ ഹിംസ്ര ജീവികൾക്ക് പോലും അന്നദാനം നടത്തുന്ന വല്ലാത്ത പ്രിയമുള്ള മനുഷ്യനാണ്. അങ്ങനെ ജനങ്ങളുടെ സ്നേഹത്തിന് പാത്രമായപ്പോൾ സഹോദരന്റെ മരണശേഷം, പിതൃ സഹോദരന്റെ മരണശേഷം മക്കയുടെ നായകത്വ പദവി അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലെത്തുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബിലൂടെ മക്ക സുശക്തമായ ഒരു ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുകയാണ്. അദ്ദേഹം പിന്നീട് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ ആദ്യത്തെ കുട്ടിയുടെ പേര് ഹാരിസ് എന്നാണ്. അങ്ങനെ ആ കുഞ്ഞ് മാത്രമായി. കുട്ടിക്ക് പ്രായപൂർത്തിയെത്തുന്നത് വരെ വേറെ കുട്ടികളൊന്നും ജനിച്ചിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആസൂത്രിതമായി കരുക്കൾ നീക്കുകയാണ്. ഹബീബിന്റെ തിരുപ്പിറവിക്ക് മുമ്പായി മദീനയിൽ ഒരു കെട്ടുബന്ധം അവിടെ ഉണ്ടാക്കി വെച്ചു. എന്നാൽ അതിനു മുമ്പ് തന്നെ വേറെ ഒരു കാര്യം കൂടി മദീനയിൽ അല്ലാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്താ? തുബ്ബ എന്ന പേരിൽ യമനിൽ ഒരുപാട് ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നു. ഒരു പരമ്പര തന്നെ. ഈജിപ്തിൽ ഫറോവ എന്ന പേരിൽ ഭരണാധികാരികളുള്ളതുപോലെ അതിൽപ്പെട്ട ഒരു രാജാവ് ഒരിക്കൽ മദീനയെ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചു വന്നപ്പോൾ അദ്ദേഹം മാരകമായ രോഗം പിടിപെട്ട് പ്രയാസപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാര് പറഞ്ഞു, നിങ്ങൾക്ക് ഈ അസുഖം ഏത് വൈദ്യനെ കാണിച്ചിട്ടും ശിഫയാകാതെ വന്നപ്പോൾ അതിന്റെ കാരണം മറ്റൊന്നല്ല, ഈ യസിരിബ് എന്ന് പേരുള്ള ഈ നാട് അന്ത്യ ദൈവദൂതർ ഹിജറ വരാൻ പോകുന്ന മണ്ണാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ നിങ്ങൾ അക്രമം നടത്താൻ ഉദ്ദേശിച്ച് വന്നതുകൊണ്ടാണ് അല്ലാഹു നിങ്ങൾക്ക് അസുഖം തന്നത്. അതിൽ നിങ്ങൾ പാശ്ചാത്തപിച്ചാൽ നിങ്ങളെ രോഗം മാറും. രാജാവ് പാശ്ചാത്തപിച്ചു, രോഗം സുഖപ്പെട്ടു. അതിന് പരിഹാരം എന്നോണം അദ്ദേഹം ഒരു കാര്യവും കൂടെ ചെയ്തു. നല്ല ഒരു 2 നില വീട് നിർമ്മിച്ചിട്ട് എന്ത് തീരുമാനിച്ചു? ഈ വീട് അന്ത്യ ദൈവദൂതർ ഇവിടേക്ക് ഹിജറ വരുന്ന സമയത്ത് താമസിക്കാൻ വേണ്ടി എന്റെ വകയാകുന്നു. അങ്ങനെ ആ വീടിന്റെ ചാവി ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ഒരു മഹാന്റെ കയ്യിലേൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്കിവിടെ താമസിക്കാം, എന്നാൽ നിങ്ങൾക്ക് ഈ വീട് അന്ത്യ ദൈവദൂതർ ഇവിടെ ഹിജ്റ വരുന്ന സമയത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം. ആ നിബന്ധനയോടെ ഒരാളെ കയ്യിൽ ചാവി ഏൽപ്പിച്ചു. അങ്ങനെ തലമുറകളായി ഈ നിബന്ധനയോടെ ചാവി ഇങ്ങനെ കൈമാറി വരികയാണ്. അങ്ങനെയാണ് ഹിജ്റ പോയ കാലത്ത് അള്ളാന്റെ ഹബീബ് മദീനയിലേക്ക് കാലുകുത്തിയപ്പോ എല്ലാവരും വന്ന് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു. നബിയെ, അവിടെ നിന്ന് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചാലും അല്ല എന്റെ വീട്ടിലേക്ക് വന്നാലും പിടിയും വലിയുമായപ്പോ മുത്തനബി പറഞ്ഞില്ലേ, എല്ലാവരും ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് വിടുക, ആരും അതിന്റെ മൂക്കയറ് പിടിക്കേണ്ടതില്ല. ഈ ഒട്ടകം പ്രത്യേകം അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതെവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് എന്റെ താമസം. ആ ഒട്ടകം മുട്ടുകുത്തിയത് എവിടെയാ? അന്ന് ബനു നജ്ജാർ ഗോത്രക്കാരനായ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമാണ് ഈ വീട് എത്തിച്ചേർന്നത്. ആ വീട്ടിന്റെ മുന്നിലാണ് ഒട്ടകം മുട്ടുകുത്തിയത്. അവിടെയാണ് മുത്തുനബി ഹിജ്റ വന്നപ്പോൾ ഏതാനും മാസങ്ങൾ താമസിച്ചത്. നോക്കൂ നിങ്ങൾ, ഇതൊരു യാദൃശികമായ പ്രവാചകൻ. ഹിജ്റ വന്ന താമസിക്കാനുള്ള വീട് പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച് പണി കഴിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ മുത്തുനബിക്ക് ജനിക്കാനുള്ള മക്കയുടെ നായകത്വം ഇപ്പോൾ ഏറ്റെടുത്തത് അബൂ ത്വാലിബ് തങ്ങളാണ്. മഹാനവറുകളുടെ നേതൃത്വത്തിൽ മക്ക സുശക്തമായി മുന്നോട്ടു പോകുന്നു. തിരുപ്പിറവി അടുക്കാൻ പോകുകയാണ്. അതിന്റെ ഭാഗമായി നേരത്തെ മക്കയിൽ ഒരു കലാപമുണ്ടായി.
യമനിൽ നിന്ന് വന്ന ഖുസാഅത്ത് എന്ന ഗോത്രം ഖുറൈശികൾ ഭരിച്ചുകൊണ്ടിരുന്ന മക്കയെ ആക്രമിച്ചിരുന്നു. അങ്ങനെ ആക്രമണം നടത്തി മക്ക പിടിച്ചെടുക്കാൻ അവരെ കൈകളിലേക്ക് മക്ക പോകുന്നു എന്ന് കണ്ടപ്പോൾ അന്നത്തെ നാട്ടുരാജാവായ ഖുറൈശി പ്രമുഖൻ എന്തു ചെയ്തു? കഅബാലയത്തിലേക്ക് കാണിക്കയായി സമർപ്പിക്കപ്പെട്ട എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും സംസം കിണറിൽ ഇട്ട് ആ കിണർ നോക്കിയാൽ കാണാത്ത വിധം മൂടിക്കളഞ്ഞിട്ടാണ് അദ്ദേഹം നാടുവിട്ടത്. അങ്ങനെ ഖുസാഅത്ത് ഗോത്രക്കാര് മക്ക പതിറ്റാണ്ടുകളോളം ഭരിച്ചു. എവിടെയാണ് സംസം കിണർ എന്ന് അവർക്ക് തെരഞ്ഞിട്ട് കിട്ടിയില്ല. അങ്ങനെ പിന്നീട് മുത്തുനബിയുടെ പിതൃ പരമ്പരയിൽപ്പെട്ട മഹാനായ ഖുസൈ എന്ന മഹാനാണ് ഖുസാഅത്തിൽ നിന്നും മക്കയെ വീണ്ടും തിരിച്ചു പിടിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഭരിച്ച കാലത്തും എവിടെയാണ് സംസം എന്ന് പിന്നെ ആർക്കും മനസ്സിലായില്ല. അബ്ദുൽ മുത്തലിബ് ഭരണം നടത്തുന്ന കാലത്ത് തിരുപ്പിറവി വരാൻ പോവുകയാണ്. അപ്പോഴേക്ക് ഇനി മക്ക ഒന്നുകൂടി സജീവമാകണം. ഇതിനു വേണ്ടി അള്ളാഹു എന്ത് ചെയ്യുന്നു? 4 ദിവസം തുടരെ സ്വപ്നം കാണിച്ചു കൊടുക്കുന്നു. ഇതാ പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പ് സംസം എന്ന കിണറുണ്ട്, അത് കുഴിച്ചെടുക്കണം. 3 ദിവസം സ്വപ്നം കണ്ടപ്പോഴും അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം ഈ കുന്നിന്റെ മുകളിൽ എവിടെയാണ് കിണർ, എങ്ങനെയാണ് വെള്ളം കിട്ടുക? സംശയമാണ്. 4-ാം ദിവസം സ്വപ്നം കണ്ടപ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമാക്കി, നിങ്ങൾ കുഴിക്കേണ്ട സ്ഥലം ഇതാ, ഈ വെള്ള കാക്ക നിൽക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ കാണും. മാത്രമല്ല നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഒരു ഉറുമ്പിന്റെ ഗോത്രം താമസിക്കുന്നുണ്ടാകും. അവിടെയാണ് നിങ്ങൾ കുഴിച്ചു നോക്കേണ്ടത്. അങ്ങനെ ഈ സ്വപ്നത്തിന്റെ വിവരം മഹാനവറുകൾ എന്തു ചെയ്തു? ഖുറൈശികളൊക്കെ വിളിച്ചു ചേർത്ത് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ 4 ദിവസമായി തുടരെ കാണുന്നു, അതുകൊണ്ട് നമുക്ക് സംസം കുഴിച്ചെടുക്കണം. ആളുകളൊക്കെ കളിയാക്കി, നിങ്ങൾക്ക് ഭ്രാന്ത, നിങ്ങളാ കണ്ടത് പാഴ്ക്കിനാവാണ്, ഒരിക്കലും യഥാർത്ഥ കിനാവല്ല. ഈ കുന്നിന്റെ മുകളിൽ എവിടെയാണ് വെള്ളം കിട്ടുക? എന്താ നിങ്ങൾ പറയുന്നത്? മഹാൻ പറഞ്ഞു, ഞാൻ കണ്ടത് സത്യമായ സ്വപ്നമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ നേരെ വന്ന് സ്ഥലം പരിശോധിച്ചപ്പോ സുബ്ഹാനല്ലാഹ് കാണുന്നു, ആ വെള്ളക്കാക്ക അവിടെ നിന്ന് ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. ചെന്ന് നോക്കുമ്പോഴതാ അവിടെ ഉറുമ്പിന്റെ ഗോത്രം താമസിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വലിയൊരു പ്രതിമയെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശികളോട് പറഞ്ഞിതാ ഇവിടെയാണ് സംസം ഉള്ളത്. ഖുറൈശികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങൾ കുഴിക്കാൻ സമ്മതിക്കൂല, ഇത് നമ്മുടെ പ്രതിഷ്ഠയെ ബാധിക്കുന്ന പ്രശ്നമാണ്, നമ്മളെ നാട് കുട്ടിച്ചോറായി പോകും, അതുകൊണ്ട് അനങ്ങാൻ സമ്മതിക്കൂല. ഭരണാധികാരിയായ അബ്ദുൽ മുത്തലിബ് ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ ആർജവുള്ള ആളാ. അദ്ദേഹം പറഞ്ഞു, ആരും സഹകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാനും എന്റെ മകൻ ഏക മകനായ ഹാരിസും ആ കിണർ കുഴിച്ചെടുക്കും. എല്ലാവരെയും അവഗണിച്ച് അവർ രണ്ടുപേരും പിക്കാസും കൈക്കോട്ടുമായി വന്ന് കിണർ കുഴിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം ഇവരൊക്കെ കളിയാക്കി, ആ പിരാന്താട് തീരട്ടെ, അതുവരെ കുഴിക്കട്ടെ എന്നിങ്ങനെ മാറി നിന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ചങ്ങോട്ട് കുഴിച്ചപ്പോൾ പിന്നീട് എന്താണ് കാണുന്നത്? വിലപിടിപ്പുള്ള സ്വർണങ്ങളാണ്, പല തരത്തിലുള്ള വലിയ മൂല്യങ്ങളുള്ള നാണയങ്ങളാണ്, പല ജീവികളുടെയും കോലത്തിൽ വെള്ളിയുടെയും സ്വർണത്തിന്റെയും വലിയ കൂമ്പാരങ്ങളാണ്. ഇതിങ്ങനെ കാണാൻ തുടങ്ങിയപ്പം ഖുറൈശികളൊക്കെ അടുത്തുകൂടി. അങ്ങനെ ആൾക്കാരൊക്കെ തലേ ചോർന്ന്, ഇതിപ്പോ നമ്മൾ എങ്ങനെയാണ് ഓരിയക്കണ്? ചർച്ച അങ്ങോട്ടാ, ഇത് ഓരിയച്ച് എടുക്കണല്ലോ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഊരിയേക്കാൻ പറ്റൂല, നമുക്ക് 3 നറുക്കിട്ടിട്ട് 2 നറുക്കെടുക്കും. ആ നറുക്കാർക്കാ കിട്ടണത് അവർക്ക് പകുതിയും കൊടുക്കാം. ഒന്ന് ഖുറൈശികൾക്ക്, ഒന്ന് കഅബത്തിന്, ഒന്ന് കുഴിച്ച അബ്ദുൽ മുത്തലിബ്. ഇങ്ങനെ 3 നറുക്കിട്ട് ആദ്യത്തെ നറുക്ക് തന്നെ കഅബത്തിന് കിട്ടി, പകുതി അങ്ങോട്ട് പോയി. രണ്ടാമത്തെ നറുക്കോ കുഴിച്ച ആക്കും കിട്ടി, ഖുറൈശിക്കൊന്നുമില്ല. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. അവസാനം കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അതാ ശുദ്ധമായ വെള്ളം നിർഗളിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു, ഒരു കാലത്തും വറ്റിപ്പോകാതെ നിരന്തരം കോരിയെടുത്തിട്ടും ആ പ്രവാഹം നിലക്കാത്ത ഫീഹി ആയാത്തും ബയ്യിനാത്ത്, വിശുദ്ധ കഅബയുടെ ചാരത്ത് ഒരുപാട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് മുത്തുനബി ഖുർആൻ പറഞ്ഞ ആ ദൃഷ്ടാന്തം കുഴിച്ചെടുക്കപ്പെടുകയാണ്. ഇത് തിരുപ്പിറവിയുടെ മുന്നോടിയായി മക്കയിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കപ്പെടാൻ അള്ളാഹു ഒരുക്കിയ സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ സമയത്ത് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഒരു നേർച്ച നേർന്നിരുന്നു, ഒരു ശപഥം ചെയ്തിരുന്നു. എന്താ ശപഥം?
താൻ ഈ കിണർ ഒഴിക്കാൻ നേരത്ത് ഒരു കുട്ടി പിന്തുണച്ചില്ല. ഏകപുത്രനായ ഹാരിസ് മാത്രമാണ്. ആ സമയത്ത് മഹാൻ കഅബത്തെ സാക്ഷിയാക്കി പറഞ്ഞു, പടച്ചവനെ, എനിക്കെങ്ങാനും നീ എന്റെ ഈ ഹാരിസിനെ പോലെ 10 ആൺമക്കളെ തരികയും ആ മക്കൾ എന്നോടൊപ്പം അധ്വാനിക്കാനും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതിരോധിക്കാനും പ്രായപൂർത്തിയെത്തിയവരായി എത്തുകയും ചെയ്താൽ അതിൽ ഒരുവനെ ഞാൻ നിനക്ക് വേണ്ടി ഈ കഅബത്തിന്റെ മുന്നിൽ വെച്ച് ബലിയർക്കും എന്നാണ് നേർച്ച. അല്ലാഹു തആല അതാ കൊടുക്കാൻ തുടങ്ങി. മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് മക്കളെ കൊടുത്തു. വന്നു 19 മക്കളായി. അതിൽ 15 ആൺമക്കളാണ്, 4 പെൺകുട്ടികളാണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക്. അങ്ങനെ ജനിച്ചതിൽ ഖുസും എന്ന് പേരുള്ള ഒരാൺകുട്ടി ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നെ ഉണ്ടായ ആൺമക്കൾ പ്രായപൂർത്തിയെത്തുന്നത് 10ാമനായി അബ്ദുള്ള എന്ന മകനാണ്. അബ്ദുള്ളക്ക് കൂടി പ്രായം തികഞ്ഞപ്പോൾ വാപ്പയായ അബ്ദുൽ മുത്തലിബ് ചിന്തിക്കുന്നു, പടച്ചവനെ, ഞാൻ അന്നൊരു നേർച്ച നേർന്നിട്ടുണ്ടല്ലോ, എനിക്ക് 10 കുട്ടികൾ ആൺമക്കള് പ്രായപൂർത്തിയെത്തി എന്നോടൊപ്പം പ്രവർത്തിക്കാൻ പക്വതയാർജിച്ചാൽ അവരിൽ ഒരുത്തനെ ബലിയറുക്കുമെന്ന്. അങ്ങനെ മക്കളൊക്കെ വിളിച്ചു ചേർത്ത് ഈ നേർച്ചയുടെ കാര്യം പറഞ്ഞു. കുട്ടികളൊക്കെ റെഡിയാണ്, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ നറുക്കിട്ട് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലുണ്ട്, പടച്ചോനെ, ഏത് കുട്ടി നറുക്ക് വീണാലും തിരക്കടില്ല, അബ്ദുള്ള വികരുതേന. കാരണം കുട്ടികളെ കൂട്ടത്ത് നിന്ന് ഇത്ര സൗന്ദര്യമുള്ള സൽസ്വഭാവമുള്ള വേറെ ഒരു കുട്ടിയില്ല. പിതാവിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും, വാപ്പാക്ക് എല്ലാ വിഷയത്തിലും ഒത്താശ ചെയ്യും. അങ്ങനെ ഉണ്ടാവില്ല മക്കളെ കൂട്ടത്തിലും. ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ സ്നേഹമുള്ള ഒരാളുണ്ടാവും. എന്നാൽ മറ്റുള്ള മക്കളെ മുമ്പിൽ ഒരിക്കലും ആ വ്യത്യാസം നമ്മൾ കാണിക്കാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് പ്രത്യേകമായി സൂറത്ത് യൂസുഫ് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്ന പല ലക്ഷ്യങ്ങളിൽ ഒന്ന്. 100ഓളം ലക്ഷ്യങ്ങൾ ആ സൂറത്തിന്റെ പിന്നിൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, ഏതെങ്കിലും ഒരു കുട്ടിയോട് പ്രത്യേകം സ്നേഹം പ്രകടിപ്പിച്ച് പരസ്യമായി പ്രകടിച്ചു പോയാൽ അതിന്റെ ദുരന്തം നമ്മളെ കുടുംബത്തെ വേട്ടയാടും. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ സംഭവിച്ചേക്കാം, അതിന് തെറ്റില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അബ്ദുള്ളന്റെ പേരിൽ നറുക്ക് വീഴരുതെന്നാണ്. എന്നാൽ എല്ലാ മക്കളെയും പേരിൽ നറുക്കെഴുതി. നറുക്കിട്ടപ്പോൾ പേടിച്ചത് തന്നെ സംഭവിച്ചു. അബ്ദുള്ള തങ്ങളെ പേരിലാണ് നറുക്ക് വീഴുന്നത്. മഹാനവറുകൾ തീരുമാനിച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഖുറൈശികൾ ഈ വാർത്ത കേട്ട് ഞെട്ടി. എങ്ങനെ അബ്ദുൽ മുത്തലിബിനെ പിന്തിരിപ്പിക്കും? അന്ന് സംസം കുഴിക്കുമ്പനെ നമ്മൾ അനുഭവിച്ചതല്ലേ. തീരുമാനിച്ചാൽ വയ്യോട്ടടിക്കാത്ത ആർജവമുള്ള നേതാവാണ്. എല്ലാവരും കൂടെ വന്ന് കാല് പിടിച്ചു പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ ഈ നാടിന്റെ നായകനാണ്. ഇവിടെ വെച്ച് ഒരു മനുഷ്യനെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് പിന്നീട് ഒരു ചര്യയായി മാറും. ആളുകൾ അവരെ മക്കളെ കൊണ്ടുവന്ന് ഇവിടെ കുരുതി കൊടുക്കുന്ന അവസ്ഥ വരും. ദയവ് ചെയ്ത് പിന്മാറണം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ എന്റെ റബ്ബുമായിട്ട് ചെയ്ത കരാറാണ്, പിന്മാറാൻ പറ്റൂല. അങ്ങനെ അബ്ദുള്ള തങ്ങളെ കയ്യും കാലും കെട്ടി ആ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി കത്തിയെടുത്തപ്പോൾ സഹോദരനായ അബ്ബാസ് തങ്ങൾ വാപ്പയുടെ കയ്യിൽ നിന്നും തന്റെ ഇക്കാക്കയായ അബ്ദുള്ളാനെ പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തുകയാണ്. പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, അബ്ദുള്ള തങ്ങൾ മരിക്കുന്നത് വരെ ആ വലി കാരണം ഉണ്ടായ മുറിയുടെ അടയാളം മുഖത്ത് നിലനിന്നിരുന്നു. അങ്ങനെ മക്കളിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയപ്പോ വാപ്പക്ക് അറക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ വാപ്പക്കാകെ വിഷമായി. അപ്പൊ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കേസ് നമുക്ക് അങ്ങകലെ ഒരു പുരോഹിതനുണ്ട്, അയാളെടുത്തേക്ക് വിടാം. അങ്ങനെ എല്ലാവരും യോജിച്ച് പുരോഹിതന്റെ അടുത്ത് പോയി. പുരോഹിതൻ പറഞ്ഞു, ഇന്ന് പെട്ടെന്ന് എനിക്കിതിന് മറുപടി പറയാൻ കഴിയില്ല, പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റൂല, നിങ്ങൾ നാളെ വരി. അയാൾ നന്നായിട്ട് ആലോചിച്ചു. അങ്ങനെ അടുത്ത ദിവസം ചെന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു പോയാൽ അതിന് പ്രായശ്ചിത്തമായി എന്താണ് പരിഹാരം ചെയ്യാറുള്ളത്? അവര് പറഞ്ഞു, പകരം 10 ഒട്ടകത്ത് കൊടുക്കലാണ് പതിവ്. അപ്പൊ ഇയാൾ നിർദ്ദേശിച്ചു, ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 നറുക്കുണ്ടാക്കാം. ഒന്ന് അബ്ദുള്ളയുടെ പേരിൽ, ഒന്ന് 10 ഒട്ടകത്തിന്റെ പേരിൽ ഒരു നറുക്കും. അങ്ങനെ നറുക്കിട്ടിട്ട് 10 ഒട്ടകത്തെയാണ് നറുക്കിൽ കിട്ടുന്നതെങ്കിൽ ആ ഒട്ടകങ്ങളെ അറുത്ത് ദാനം ചെയ്യാൻ അബ്ദുള്ളനെ വെറുതെ വിടും. അല്ല, നറുക്ക് വീണ്ടും അബ്ദുള്ളയുടെ മേൽ തന്നെയാണോ വീഴുന്നതെങ്കിൽ എന്ത് വേണം? ഒരു 10 ഒട്ടവും കൂടിയും എക്സ്ട്രാ വെച്ച് 20 ആക്കിയിട്ട് രണ്ടാമത് നറുക്കണം. വീണ്ടും അബ്ദുള്ളക്കാ കിട്ടുന്ന 10 കൂടി വെച്ച് 30 ആക്കണം. അങ്ങനെ അബ്ദുള്ളയുടെ പേരിൽ നറുക്ക് വീഴുന്നത് വരെ 10 ഒട്ടകം ഇങ്ങനെ കൂട്ടിക്കൊടുക്കണം. അബ്ദുള്ളനെ അറക്കാൻ എന്തായാലും പാടില്ല. അബ്ദുള്ളന്റെ വിലക്കൊത്ത
ഒട്ടകപ്പുറത്തുണ്ടാകുമ്പോൾ നറുക്ക് കിട്ടും, അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. അങ്ങനെ 90 വരെ വെച്ചു. മുഴുവൻ വീണത് അബ്ദുള്ള തങ്ങളെ പേരിലാണ്. അവസാനം ഒരു ഭാഗത്ത് 100 ഒട്ടകം, മറുഭാഗത്ത് അബ്ദുള്ള. ആ നറുക്കിട്ടപ്പോഴാണ് അബ്ദുള്ളയുടെ പേരിൽ നിന്ന് മാറി ഒട്ടകങ്ങളെ പേരിൽ നറുക്ക് വീഴുന്നത്. അങ്ങനെ 100 ഒട്ടകങ്ങൾക്ക് വില വരുന്ന ഒരു വലിയ മനുഷ്യനാണ് മുത്തുനബിയുടെ പിതാവായ അബ്ദുള്ള. ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാക്കി മുത്തുനബിയുടെ പിതാവിനെ മാറ്റാൻ അള്ളാഹു ചെയ്ത ആസൂത്രിത പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണിത്. അബ്ദുൽ മുത്തലിബ് 100 ഒട്ടകങ്ങളെ അറുത്ത് ജനങ്ങളോട് പറഞ്ഞു, ആവശ്യക്കാർ ആവശ്യമുള്ളത്ര എടുത്തു കൊണ്ടുപോകൂ. അങ്ങനെ മുത്തുനബിയുടെ പിതാവ് ആ അറവിൽ നിന്ന് രക്ഷപ്പെട്ട പിതാവ്. ഇതുകൊണ്ട് നബി തങ്ങൾക്ക് മറ്റൊരു പേരുകൂടെയുണ്ട്, ഇബ്നു ദബീഹൈ. അറുക്കപ്പെട്ട 2 വാപ്പമാരെ പുത്രനാണ്. ഒരു വാപ്പ അബുൽ അറബ് എന്നറിയപ്പെടുന്ന സയ്യിദുന നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. ഇതിനു മുമ്പ് ഇബ്രാഹിം നബിന്റെ അറവിന്ന് രക്ഷപ്പെട്ട ആളാ. അബ്ദുൽ മുത്തലിബിന്റെ അറവിന്ന് രക്ഷപ്പെട്ട ആളാണ് മഹാനായ സയ്യിദുന അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് 2 അറുക്കപ്പെട്ടവരുടെ മകൻ എന്ന ഓമനപ്പേര് കൂടി മുത്തുനബിക്ക് കിട്ടി. അതോടെ മക്ക കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുക. ഈ കുട്ടിയെ അതോടുകൂടെ മക്കക്കാരെല്ലാവരും പരിചയപ്പെടും. ഓരോരുത്തരും വന്ന് വിലപിടിപ്പുള്ള ഒരു മകനാണല്ലോ, 100 ഒട്ടകം പകരം കൊടുത്ത് ജീവൻ രക്ഷിച്ച കുട്ടിയാണ്. എല്ലാ കുടുംബക്കാർക്കും ആഗ്രഹം അബ്ദുള്ളയൊന്ന് പുതിയാപ്പിളയായി കിട്ടിയെങ്കിൽ. 18 വയസ്സിലേക്ക് കടന്ന ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പിന്നാലെ കൂടുന്നു. എന്നാൽ ഭാഗ്യം ലഭിച്ചത് ആർക്കാണെന്നല്ലേ? വഹബിന്റെ പൊന്നോമന പുത്രിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാ. അവർക്കാണ് ആ സുന്ദരനായ സുമുഖനായ സൗമ്യ സ്വഭാവക്കാരനായ അബ്ദുള്ളയെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത്. അവര് തമ്മിലുള്ള വിവാഹം ഖുറൈശികൾ മുഴുവനും പങ്കെടുത്ത് കെങ്കേമമായി നടക്കുകയാണ്. അവരെ ദാമ്പത്യം മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിലും സീറത്തുൽ ഹലബിയയിലും ഒക്കെ ഉദ്ധരിച്ചതനുസരിച്ച് 7 കൊല്ലക്കാലം ഇവർ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട് എന്നാണ് ആമിന ബീവിയും അബ്ദുള്ള തങ്ങളും. അങ്ങനെ 7 കൊല്ലമായിട്ടും മക്കളുണ്ടായിട്ടില്ല. 7ാമത്തെ വർഷം മഹാനവറുകളതാ നാട്ടിൽ നിന്ന് സാധാരണ പോകുന്നത് പോലെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുകയാണ്. ആ പോയതിന് ശേഷമാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ ആ വിവരം അറിയുന്നത്. ഞാൻ ഗർഭിണിയാണ്. ഭർത്താവ് ഈ വിവരം അറിയില്ല. അദ്ദേഹം വന്നിട്ട് ഈ വിവരം ഒന്ന് പറയണം. ആഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ വരവും കാത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്നും നോക്കി നിൽക്കുകയാണ്. ആ ഇടയ്ക്കൊരു വാർത്ത വന്നു, സിറിയയിൽ നിന്ന് ഭർത്താവ് മടങ്ങി വരുന്നുണ്ട്. ആമിന ബീവി ഈ വിവരം എന്റെ ഭർത്താവ് കേട്ടാൽ തീർച്ചയായും സന്തോഷിക്കും. കൊല്ലങ്ങളായ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹത്തിലാണ് അദ്ദേഹം. പക്ഷേ അല്ലാഹുവിന്റെ ഖലാവും ആസൂത്രണവും എന്ന് പറയട്ടെ, മുത്തുനബിയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ ഭയങ്കര രോഗം ബാധിച്ചു. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായി. മഹാനവറുകൾ അവിടെ മദീനയിൽ തന്റെ പിതാവ് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ അമ്മാവന്മാരെ വീട്ടിൽ വിശ്രമിച്ചു. കുടുംബക്കാരവിടെ ഉണ്ടല്ലോ. മക്കയിൽ നിന്ന് വിവരമറിഞ്ഞ് ആളുകൾ അങ്ങോട്ട് പുറപ്പെട്ടു. അവരവിടെ വന്നു ചേരുന്നതിന് മുമ്പ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ മുത്തുനബിയുടെ പിതാവ് തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന വിവരം പോലും അറിയുന്നതിന് മുമ്പ് വഫാത്തായി. ഇതിലും പണ്ഡിതന്മാർ പല ഹിക്മത്തുകളും പറയുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന മദീനയിൽ തന്നെയാണ് പിതാവിന് വിശ്രമിക്കാനുള്ള സൗകര്യം അല്ലാഹു നേരത്തെ ചെയ്തു വെക്കുന്നത്. രണ്ടാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിനാണ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ അല്ലാഹു പിൻവലിച്ചത്? അതിന്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. അള്ളാന്റെ ഹബീബിനെ തർബിയത്ത് ചെയ്യേണ്ടത് മനുഷ്യരല്ല, അവിടുത്തെ അദബ് പഠിപ്പിക്കേണ്ടത് പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ്. അതാണ് മുത്തുനബി പറഞ്ഞത്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എന്നെ മര്യാദ പഠിപ്പിച്ചത് എന്റെ റബ്ബാണ്,
ആ റബ്ബ് എനിക്ക് നല്ല മര്യാദയാണ് തന്നത്. മാതാപിതാക്കളുടെ മര്യാദ പരിശീലനമൊന്നും വേണ്ടാതെ അല്ലാഹു തന്നെ നേരിട്ട് തർബിയത്ത് നടത്താൻ ഉദ്ദേശിച്ചതിനാലാണത്രേ പിതാവിനെയും മാതാവിനെയും നേരത്തെ വിളിച്ചത്. അങ്ങനെ അന്ത്യവിശ്രമം കൊള്ളാൻ അല്ലാഹു നിശ്ചയിച്ച മദീനയിൽ തന്നെ പിതാവിന് നേരത്തെ വിശ്രമസ്ഥലം അല്ലാഹു തെരഞ്ഞെടുക്കുകയാണ്.